ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബേബി ക്യാപ്പിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതുപോലെ 16 ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു മെറ്റീരിയൽ എടുക്കുക. ഞാനിതിവിടെ ലൈനിങ് ആണ് എടുക്കുന്നത്, നെറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റിന് ലൈനിങ് വേണം. അപ്പോൾ ലൈനിങ്ങിനായിട്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ വൈറ്റ് മെറ്റീരിയലാണ് ഇവിടെ എടുക്കുന്നത്. ആദ്യം ഞാൻ ലൈനിങ് ആണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കിതുപോലെ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 8 തൊട്ട് നമുക്ക് 10 വരെ എടുക്കാം. 8 അല്ല, 8 കൂടുതൽ നമുക്ക് എടുക്കാം. 10 വരെയാണ് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാനിവിടെ 8 എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് 8 ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലായിടവും അടയാളപ്പെടുത്തി കൊടുക്കുക. ആ കോണിൽ നിന്ന് താഴേക്ക് എല്ലായിടവും നമുക്ക് 8 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കിഡ്സിൻ്റെ മുഖത്തിൻ്റെ റൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ അളവ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കിഡ്സിൻ്റെ മുഖത്തിൻ്റെ റൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ പകുതി വെച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് നെറ്റാണ്. നെറ്റും ഇതുപോലെ തന്നെ മടക്കിയിട്ടതിന് ശേഷം ലൈനിങ് മുകളിൽ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ടിങ് കഴിഞ്ഞു, നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പം ലൈനിങ് ഞാൻ 2 പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നെറ്റും 2 പീസുണ്ട്. അപ്പം നെറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അകവും പുറമൊക്കെ കറക്റ്റായിട്ട് നോക്കി ഇതുപോലെ നമുക്ക് നെറ്റ് ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നെറ്റിൻ്റെ മുകളിലും താഴെയായിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ മുകളിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക, താഴെ ഒരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. എല്ലാം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് 4 പീസും ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മറു സൈഡും നമുക്കിതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഭാഗം നമ്മൾ വിട്ടു കൊടുക്കണം. അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാത്തത്. അവിടെ സ്റ്റിച്ച് ചെയ്ത അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടൊന്ന് നിർത്തുക. എന്നിട്ട് നമുക്ക് എല്ലായിടവും ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. എല്ലാ സൈഡും നമ്മളിതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എല്ലാ സൈഡും ഒന്ന് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മെറ്റീരിയലിനെ മറിച്ചെടുക്കണം. ഇതുപോലെ മെറ്റീരിയൽ നമുക്ക് മറിച്ചെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് മറിച്ചെടുക്കുക. നമ്മൾ ഇതുപോലെ കറക്റ്റിന് വെച്ച് മറിച്ചെടുക്കുക. ഇതിൽ ലൈനിങ്ങും നെറ്റും കൂടിയിട്ട് 4 പീസാണുള്ളത്. അപ്പം നെറ്റിൻ്റെ ഭാഗം മറിച്ച് പുറത്തേക്ക് വരാൻ പാകത്തിന് വേണം നമ്മളിത് മറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ലെവൽ ചെയ്തെടുക്കുക. കറക്റ്റാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അരികത്ത് കൂടി ചുറ്റിനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓപ്പണിങ് കൊടുത്ത ഭാഗവും എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പൊക്കോളും. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സൂചി നൂല് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നമുക്ക് സൂചി നൂല് വെച്ച് ഈ റൗണ്ടിൽ വരുന്ന ഭാഗം നമുക്കൊന്ന് ഇതുപോലെ സൂചി നൂലും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഇതുപോലെ വേഗത്തിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഫ്രോക്കിൻ്റെയൊക്കെ സെയിം കളറിൽ തന്നെ നമുക്ക് ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഓർഡറുള്ള ഫ്രോക്കിന് വേണ്ടിയിട്ട് ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നൂലും ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. വലിച്ചു കൊണ്ടുവന്ന് 2 അറ്റവും കൂടിയിട്ട് നമുക്കതുപോലെ ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 അറ്റവും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് മുകളിൽ വരെ 2 സൈഡും ചേർത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഞുറു വീണ പോലെ ഇങ്ങനെ ഇരിക്കും, ഞൊറിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പം കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ചേർത്ത് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുക്കുന്നത്. ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഒരു ബട്ടർഫ്ലൈ പോലെ എന്തെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബട്ടർഫ്ലൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ താഴേക്ക് കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് പിക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഇതിൻ്റെ പിക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് താഴേക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൽ ഈ ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ക്യാപ്പിൽ നമ്മൾ ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.